ഹലോ, വെൽക്കം ടു അപ്പേഴ്സ് വ്ളോഗ്. അത് ഞങ്ങളുടെ സിഡ്നി ട്രിപ്പാണ്. അപ്പോൾ ഒരു 3 ദിവസം ഒരു പെട്ടെന്നൊരു ഷോർട്ട് ആൻഡ് ഒരു പെട്ടെന്ന് തീരുമാനിച്ച ഒരു സിഡ്നി ട്രിപ്പായിരുന്നു. അങ്ങനെ ഞങ്ങൾ സിഡ്നിയിലേക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. അത്യാവശ്യം കുറച്ച് വെള്ളവും പിന്നെ കുറച്ച് ഫുഡും പിന്നെ നമുക്ക് ഗ്യാസ് സ്റ്റൗവും ചായ ഉണ്ടാക്കാനും കുറച്ച് ഫുഡ് മീൻസ് പാല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ സിഡ്നിയിലേക്ക് പോയി. ഇറ്റ് വാസ് എ വെരി നൈസ് ഡ്രൈവ്. പിന്നെ സ്കൂൾ ഹോളിഡേയ്സ് ആണ്, പിന്നെ കുട്ടികൾക്ക് ഒരു നല്ലൊരു റിഫ്രഷിങ് ചേഞ്ച് ആവും. പിന്നെ നമുക്കും നമ്മളുടെ ഒരു മെൻ്റൽ ഹെൽത്തിനും പിന്നെ ഇറ്റ് വാസ് സോ റിഫ്രഷിങ് ആൻഡ് ഇറ്റ് വിൽ ജസ്റ്റ് ബിൽഡ് ദ ഫാമിലി ബോണ്ടിങ് ടുഗെദർ വെൻ വി ആർ ട്രാവലിംഗ് ടുഗെദർ. ഇറ്റ് ബിൽഡ് അപ്പ് ദ ഫാമിലി ബോണ്ടിങ്. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി ഞങ്ങൾ അങ്ങനെ യാത്ര തിരിച്ചു. പിന്നെ ഒരു കുറേ സർവീസ് സ്റ്റേഷനൊക്കെ ഉണ്ടായിരുന്നു, നല്ല വഴിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് സ്നാക്സൊക്കെ കഴിച്ച് പിന്നെ ചായയൊക്കെ ഉണ്ടാക്കി പിന്നെ അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പ് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ പിന്നെ ഇത് ഞങ്ങളൊരു ചായ ഉണ്ടാക്കാൻ ഒരു ചെറിയൊരു സ്ഥലത്ത് നിർത്തി. അപ്പോൾ അവിടെ പിന്നെ പെട്ടെന്ന് ഞങ്ങളൊരു ഹാഫ് ആൻ അവർ പെട്ടെന്ന് ഒരു ചായയൊക്കെ ഉണ്ടാക്കി കുറച്ച് സ്നാക്സൊക്കെ കഴിച്ച് ഞങ്ങൾ പെട്ടെന്ന് പിന്നെയും അവിടുന്ന് ട്രിപ്പ് കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ഇതൊരു ചെറിയൊരു കുഞ്ഞി സ്ഥലമായിരുന്നു. അപ്പം ഞങ്ങളങ്ങനെ ചാർജിങ് സ്റ്റേഷനിൽ ഒരു 3-4 ചാർജിങ് സ്റ്റേഷനിൽ ചില ചാർജിങ് സ്റ്റേഷനിൽ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ചാർജൊക്കെ ചെയ്ത് ഞങ്ങൾ ട്രിപ്പ് കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ഡേ ഞങ്ങൾ പോയത് ബോണ്ടായി ബീച്ചിലാണ്. അപ്പോൾ ബോണ്ടായി ബീച്ചിൽ ഇതാണ് ആ ബ്രിഡ്ജ് where the perpetrator stood and killed innocent people. We just paid a tribute and respect to all the people who lost their lives there. അപ്പോൾ ഇതാണ് ആ പെർപെട്രേറ്റർ നിന്ന് ഷൂട്ട് ചെയ്ത ബ്രിഡ്ജ്. അപ്പം കുട്ടികൾ അതിൻ്റെ സൈഡിൽ തന്നെയുള്ള ഒരു പാർക്കിൽ നിന്ന് കളിച്ചു. അപ്പം ഇതായിരുന്നു ആ ബോണ്ടായി മാസ് ഷൂട്ടിംഗ് നടന്ന ആ സ്ഥലം. ഞങ്ങൾ അവിടെ പോയി. അവിടെ ക്യാൻഡിൽസും ഫ്ലവേഴ്സൊക്കെ ഇപ്പോഴും ബാക്കി ക്യാൻഡിൽസും ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. വെറും 2 ആഴ്ച മുന്നേ ആയിരുന്നു ഇവിടെ ഇത്ര ആൾക്കാരെ കൊന്നത്. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ കുറച്ച് നേരമൊക്കെ ആ പാർക്കിൽ കളിച്ച് ബീച്ചിൽ പോയി. അത് കഴിഞ്ഞ് പിന്നെ ഈവനിങ് ഞങ്ങൾ പിന്നെ ഹാർബർ ബ്രിഡ്ജും പിന്നെ ഓപ്പറ ഹൗസ് അവിടെ പോയി. അപ്പോൾ ഈവനിങ് ഹാർബർ ബ്രിഡ്ജിന് ഇതാണ് പാർക്ക്. ഈവനിങ് ഹാർബർ ബ്രിഡ്ജിന് ഓപ്പറ ഹൗസ് പോകാനാണ് നല്ല, കാരണം സൺസെറ്റൊക്കെ ആയതിനു ശേഷം നല്ലൊരു ഈവനിങ്ങിൽ അവിടെ പോയിരിക്കാൻ നല്ല രസമാണ്, നല്ല കാറ്റാണ്. അങ്ങനെ അവിടെ പോയി നിൽക്കടി. മുത്തു ഇങ്ങോട്ട് നോക്ക്. അപ്പൊ അപ്പാന്ന് വിളിക്കണ്ടായിരുന്നു. അയ്യോ അത് പോയാ. നല്ല രസമാണ് കാണാൻ. അപ്പോൾ കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഈവനിങ് കുറച്ച് നേരമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയി. അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ തിരിച്ച് മെൽബണിലോട്ട് ഡ്രൈവ് ചെയ്തു. ഇറ്റ് വാസ് എ വെരി ഷോർട്ട് ആൻഡ് അൺപ്ലാൻഡ് ആൻഡ് ഇറ്റ് വാസ് ഷോർട്ട് quick like a Sydney trip. Hope you enjoy my vlog. Stay blessed and happy. Thanks for watching. Bye bye. If you do like my vlogs, please press the bell icon and the subscribe button please. Thank you. Bye.